മാറ്റത്തിന്റെ വിസിലടി. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ TVK മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുമുമ്പത്തെ 30 സെക്കൻഡ് നേരം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ സദസ്സിന്റെ ഹർഷാരവം മാത്രം മതിയായിരുന്നു തമിഴ്നാടിന്റെ ഹൃദയം കൊതിച്ച രാഷ്ട്രീയ മാറ്റത്തിന്റെ ആഴം ഒരു ഞെട്ടലോടെ നമ്മുടെ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർക്ക് പിടികിട്ടാൻ. സി ജോസഫ് വിജയനും ഞാൻ அதை ഉണ്മയാക്കി இருக்கிறீங்க. സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് വിജയ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ തമിഴകത്തിന്റെ മനസ്സ് നിറഞ്ഞു. எனக்கு என்ன சொல்றதுன்னு எனக்கு தெரியல. என்னுடைய உறவுகளே, என்னுடைய சொந்தங்களே, நான் ஒன்றும் தேவதூதன்லாம் கிடையாது. എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വിജയ് സംസാരിച്ചു തുടങ്ങിയതിൽ തന്നെ ഉണ്ടായിരുന്നു സാധാരണക്കാരനായ ഒരു തമിഴ് മകൻ ഒരു വീട്ടുകാര്യം പറഞ്ഞു തുടങ്ങുന്നതിന്റെ അഴകും അൻപുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രവചനമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതുവരെ ഒരുപക്ഷെ ആരും എന്തിന് വിജയ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തമിഴകത്ത് നിശബ്ദമായ ഒരു അട്ടിമറിക്ക് കളമൊരുങ്ങുകയാണ് എന്ന്. വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന TVK 100-ലധികം സീറ്റുകൾ നേടി നിർണായക ശക്തിയാകും എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞപ്പോഴും ആരും അത് ഗൗനിച്ചില്ല. പക്ഷേ അത് സംഭവിക്കുക തന്നെ ചെയ്തു. അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ. പരമ്പരാഗത രാഷ്ട്രീയത്തോടും TMK, അണ്ണാ DMK സർക്കാരുകളുടെ രാഷ്ട്രീയ കാപട്യങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും. വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്ന നടന്മാരുടെ ചരിത്രം നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഒരു സൂപ്പർ താരത്തിന്റെ സ്വാധീന ശക്തിക്കും അപ്പുറത്ത് ആത്മാർത്ഥതയും വിശ്വാസ്യതയുമുള്ള ഒരു സുഹൃത്തിനോട് തോന്നുന്ന അടുപ്പം തമിഴ്നാടിന് വിജയോട് തോന്നി എന്നതാണ് വ്യത്യാസം. ആ സ്നേഹവും വിശ്വാസവും കരുതലും കടപ്പാടും തൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയുടെ പ്രസംഗം മാത്രമല്ല, ശാരീരിക ചലനങ്ങൾ പോലും. ശബ്ദം ഉയർത്തേണ്ടുന്നിടത്ത് ഉയർത്തുവാനും ശാന്തനാകേണ്ടിടത്ത് ശാന്തനാകാനും അമിത വൈകാരികതയിലേക്ക് അമർന്നു പോകാതിരിക്കുവാനും തമിഴകത്തിന്റെ ഇളയ ദളപതിയെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അഴിമതി രാഷ്ട്രീയത്തോട് പുതിയ തലമുറയ്ക്ക് തോന്നുന്ന വെറുപ്പ് ഇന്ത്യയിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കൂടുതൽ വ്യക്തമായി വരികയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിജയ് നടത്തിയ പ്രസംഗത്തിൽ അക്കാര്യം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ശക്തി ആരും കാണാതെ പോകരുത്. ഞാൻ ജനത്തിന്റെ പണം തൊടില്ലെന്നും തനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞതിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും ആരും ചോദ്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മുടെ സ്വന്തം സർക്കാരാണല്ലോ, അതുകൊണ്ടൊന്ന് ആർമാദിച്ചു കളയാം എന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം എന്നാണ് വിജയ് പറഞ്ഞു വെച്ചത്. നമ്മുടെ സ്വന്തം കേരളത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി എന്ന വ്യക്തി അധികാരത്തിന്റെ സിംഹാസനത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ സൂപ്പർ അധികാര കേന്ദ്രങ്ങളായി പോലീസിലും IAS-ലും പാർട്ടിയിൽ തന്നെയും വെവ്വേറെ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പുത്തിരിയല്ല. അതൊക്കെ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ അപ്പോൾ അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിജയ് അതേ വേദിയിൽ വെച്ച് ആ പ്രഖ്യാപനം അങ്ങ് നടത്തിയത്. ഞാനല്ലാതെ എൻ്റെ സർക്കാരിൽ മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടാകില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയുടെ ഓരോ വാചകവും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രയോ വർഷങ്ങളായി ഈ മനുഷ്യൻ ഈ വാചകങ്ങൾ ഉരുവിട്ട് പഠിച്ചതാണെന്ന്. ഇങ്ങനെ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് ഈ നായകൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന്. അതിന് വേണ്ടി തന്നെയാണ് ദ്രാവിഡ ജനത ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നത് എന്ന്. സാധ്യമായത് മാത്രമേ ചെയ്യൂ എന്ന് പ്രസംഗത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി വിജയ് അതിനൊപ്പം മറ്റൊരു വാചകം കൂടി പറഞ്ഞു വെക്കുന്നു. ജനകോടികളായ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിന് എന്താണ് സാധ്യമാകാത്തത് എന്ന്. സിനിമയിൽ എന്തെങ്കിലുമായി തീരുവാൻ ഒരിക്കൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത ഒരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായിട്ടായിരുന്നു എൻ്റെ തുടക്കം എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുമ്പോൾ അതിലെ സത്യസന്ധതയും സാധാരണത്വവും തിരിച്ചറിയുവാൻ ഏത് സാധാരണക്കാരനും കഴിയും. അത് മനസ്സിലാക്കിയതാണ് വിജയുടെ വിജയരഹസ്യവും അത് മനസ്സിലാക്കാതെ പോയതാണ് നമ്മുടെ പരട്ടച്ചങ്കന്മാരുടെ പരാജയ രഹസ്യവും. വിജയ് എന്ന നടൻ തമിഴ്നാട്ടുകാർക്ക് ഒരു സ്വപ്നത്തിൻ്റെ സാഫല്യമല്ല, മറിച്ചൊരു സ്വപ്നവും പ്രതീക്ഷയും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു നല്ല തുടക്കത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നത്. പിന്തുണച്ച ഓരോരുത്തർക്കും
ഏറ്റവും ഒടുവിൽ ചെറിയ കുട്ടികൾക്ക് വരെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള വിജയുടെ പ്രസംഗം എഴുതി തയ്യാറാക്കിയത് ഒന്നായിരുന്നില്ല. പക്ഷേ എഴുതി വെക്കാതെ തന്നെ ഈ മനുഷ്യൻ ആ പറഞ്ഞതത്രയും ഹൃദയത്തിൽ കോറിയിട്ടിരിക്കുകയായിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. പക്ഷപാത രാഷ്ട്രീയത്തിൻ്റെ, അഴിമതി രാഷ്ട്രീയത്തിൻ്റെ, അധികാര രാഷ്ട്രീയത്തിൻ്റെ, മുഖംമൂടി രാഷ്ട്രീയത്തിൻ്റെ അവസാന അധ്യായം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ശക്തമായ സൂചനയാണ് വിജയ് സർക്കാരിൻ്റെ പ്രൗഢഗംഭീരമായ തുടക്കം. ആരോടും ശത്രുതയോ പ്രതികാരമോ ഇല്ലെന്നതിൻ്റെ സൂചനയായാണ് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ്റെ വീട്ടിലെത്തുവാൻ കാണിച്ച ആ സൗമനസ്യം. ദ്രാവിഡ രാഷ്ട്രീയം ഒരുപക്ഷെ നാളെ വിജയ് സർക്കാരിന് മുമ്പും അതിനുശേഷവും എന്ന് വിഭജിക്കപ്പെടുക പോലും ചെയ്യുമായിരിക്കാം. മൃഗീയ ഭൂരിപക്ഷം കൈവന്ന് ആഴ്ചയൊന്ന് കഴിഞ്ഞിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ പോലും കഴിയാത്ത കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇവിടുത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത്. വിജയിയുടെ കയ്യുമുയർത്തി നിൽക്കുന്ന, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാനാവാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചങ്കിടിപ്പ് സ്പന്ദമാപ്പിനിയില്ലാതെ ജനങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. 10 വർഷം ഭരിച്ചു മുടിച്ചിട്ടും വീണ്ടും 35 സീറ്റുകൾ കൂടി നൽകി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ച ആ സാധാരണ ജനത്തിന്റെ മനസ്സ് കണ്ടറിയുവാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ ദയനീയമായ പതനവും കേരളം കണ്ടു കഴിഞ്ഞു. വിജയ് എന്നത് അയൽപക്കത്തു നിന്നുള്ള മാറ്റത്തിന്റെ ഒരു വിസിൽ മുഴക്കമാണ്. ഇതുപോലെ ഒരുവൻ കടന്നു വന്ന് കളം കൈക്കലാക്കുന്ന ആയുസ് മാത്രമേ ഇവിടുത്തെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൂ എന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയുമോ? പരമാധികാരികളായ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടഞ്ഞു നിർത്തുവാനാവാത്ത മുഴക്കമായത് മാറുക തന്നെ ചെയ്യും. അതിനുള്ള സമയമാണ് ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ മുഴങ്ങിയിരിക്കുന്നത്. A new era of a real, secular, social justice starts now. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.